നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇതുവരെ നമ്മൾ കടന്നിട്ടില്ലാത്ത ഒരു സെഗ്മെൻറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഗണിതം ലളിതം എന്നാണ് ഈ പംക്തിയുടെ പേര്. എൻ്റെ ചാനലിനെ കുറിച്ചുള്ള ഇൻട്രഡക്ഷനിൽ ഞാൻ പറയുകയുണ്ടായി, ഇങ്ങനെ ഒരു വിഭാഗം കൂടി ഉണ്ടാവുമെന്ന്. കവിതയിലൂടെയും ഗാനങ്ങളിലൂടെയും സിനിമകളിലൂടെയൊക്കെയാണ് നിങ്ങളെന്നെ പരിചയപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചത് കണക്കാണ്. കണക്കിൽ ഡിഗ്രി എടുത്തതിന് ശേഷമാണ് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയത്. നിങ്ങൾക്കറിയാമല്ലോ, സിവിൽ എഞ്ചിനീയറിങ്ങിലും കണക്കും ഫിസിക്സും വളരെയധികം പഠിക്കാനുണ്ട്. ഞാൻ കുട്ടികളെ കണക്ക് പഠിപ്പിച്ചിട്ടുമുണ്ട്. കാരണം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ നേരെ മൂത്ത സഹോദരൻ്റെ പാരൽ കോളേജിൽ ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമായിരുന്നു. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ ശനിയാഴ്ച വെളുപ്പിനുള്ള ബസ് കയറി ഹരിപ്പാട്ട് വന്ന് ശനിയും ഞായറും കുട്ടികളെ പഠിപ്പിച്ചിട്ട് തിങ്കളാഴ്ച അതിരാവിലെ ഉള്ള ബസ്സിൽ ഞാൻ തൃശ്ശൂരിലേക്ക് മടങ്ങുമായിരുന്നു. അപ്പം കണക്ക് പഠിച്ചും പഠിപ്പിച്ചും ഉള്ള പരിചയം വെച്ച് ഞാൻ പറയുന്നു, കണക്ക് ഒരിക്കലും ഒരു കഠിനമായ വിഷയമല്ല. പല കുട്ടികൾക്കും കണക്കെന്ന് കേട്ടാൽ ഭയമാണ്. അതിന് കാരണം അവർക്ക് കണക്കിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ ശരിക്ക് പഠിക്കാൻ കഴിയാത്തതാണ്. കണക്കിലെ അടിസ്ഥാന പാഠങ്ങൾ ഹൃദിസ്ഥമായി കഴിഞ്ഞാൽ അല്പം കഠിന പ്രയത്നം കൂടി ചെയ്താൽ കണക്ക് വളരെ ലളിതമായ ഒരു വിഷയമാണ് എന്ന് മനസ്സിലാകും. ഈ പംക്തി, ഈ ഗണിതം ലളിതം എന്ന ഈ പംക്തി ഞാൻ പ്രധാനമായും കുട്ടികളെ ഉദ്ദേശിച്ചാണ് നടത്തുന്നത്. വലിയവർക്ക് ഇത് കേൾക്കാം, ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, കുട്ടികളെ പരിശീലിപ്പിക്കാം. അടിസ്ഥാനപരമായി കണക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എണ്ണുന്നത് മുതൽ 1 2 3 4 5 6 7 8 9 10 എന്ന 100 വരെ എണ്ണുന്നു. പിന്നെ 100 99 98 97 96 95 എന്ന് താഴോട്ട് എണ്ണുന്നു. ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എണ്ണം പറയുന്നതിനോടൊപ്പം ഏതെങ്കിലും ചെറിയ വസ്തു കൂടെ കാണിച്ചാൽ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് അത് മനസ്സിൽ പതിയും. ഉദാഹരണമായിട്ട് നമ്മളൊരു 10 ചോക്ലേറ്റുകൾ മേശപ്പുറത്ത് വയ്ക്കുക. അപ്പോൾ എണ്ണാൻ തുടങ്ങുമ്പോൾ ഒരു ചോക്ലേറ്റ് എടുത്ത് 1, അടുത്തത് എടുത്ത് 2, അടുത്ത ചോക്ലേറ്റ് എടുത്ത് 3, ഇങ്ങനെ 10 വരെ ഈ 10 ചോക്ലേറ്റ് എണ്ണുക. അപ്പോൾ ഈ കുട്ടികളുടെ മനസ്സിൽ ഇത് പെട്ടെന്ന് പറയും. ഈ ചോക്ലേറ്റുകൾ പകരം നാരങ്ങയോ ഓറഞ്ചോ അങ്ങനെയുള്ള വസ്തുക്കൾ കാണിച്ച് അവരെ എണ്ണാൻ പഠിപ്പിക്കണം. അപ്പോൾ 0ന് വിലയില്ല എന്ന് നമ്മൾ പറയും. പക്ഷേ ഗണിതശാസ്ത്രത്തിൽ 0ന് വലിയൊരു സ്ഥാനമുണ്ട്. നമുക്കറിയാം, a plus b the whole square is equal to a square plus 2ab plus b square. നമ്മൾ പഠിക്കുന്ന ആൾജിബ്ര ഇംഗ്ലീഷ് അക്ഷരങ്ങളായതുകൊണ്ട് ഇത് ആൾജിബ്ര യൂറോപ്യന്മാർ കൊണ്ടുവന്നതാണ് ഇന്ത്യയിലേക്ക് എന്ന് നമ്മൾ ധരിക്കുന്നു. അത് ശരിയല്ല. 0 കണ്ടുപിടിച്ചത് ഭാരതീയരാണ്.
പൂജ്യത്തിന് മുകളിലോട്ടുള്ളത് പോസിറ്റീവ് സംഖ്യകളും പൂജ്യത്തിന് താഴെയുള്ളത് നെഗറ്റീവ് സംഖ്യകളും. പോസിറ്റീവ് നമ്പേഴ്സ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ്, മധ്യത്തിലാണ് പൂജ്യം. ഇതാണ് ആൾജിബ്രയുടെ അടിസ്ഥാനം. നെഗറ്റീവ് സംഖ്യകളും പോസിറ്റീവ് സംഖ്യകളും. അപ്പോൾ ഇത് കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ അടിസ്ഥാനം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് 10 ഓറഞ്ചുകൾ മേശപ്പുറത്ത് വെച്ചു. അതിൽ നിന്ന് ഒരു ഓറഞ്ച് എടുത്തു. പറയാതെ 10 - 1, ബാക്കി എത്ര എണ്ണമുണ്ട്? 9. വയ്ക്കാൻ കവക്കമുണ്ട്, എണ്ണി കാണിക്കാം. രണ്ട് ഓറഞ്ച് എടുത്തു, അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 8. അപ്പം ഇങ്ങനെ ദൃശ്യത്തിലൂടെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കണക്ക് പഠിപ്പിക്കാൻ കഴിയും. അത് മനസ്സിൽ പതിയും. അപ്പോൾ അഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2 + 2 4, 4 + 2 6, 3 + 5 8. ഈ അഡിഷൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അഡിഷൻ്റെ ഒരു പെട്ടെന്നുള്ള പ്രയോഗമാണ് മൾട്ടിപ്ലിക്കേഷൻ. 2 ഉം 2 ഉം 4. 2 + 2 + 2 = 4. അത് അഡിഷനാണ്. 2 × 2 = 4. അത് മൾട്ടിപ്ലിക്കേഷനായി. ഈ അഡിഷൻ 3 പ്രാവശ്യം 2 3 പ്രാവശ്യം കൂട്ടുക. 2 + 2 + 2 6. അപ്പോൾ 2 3 പ്രാവശ്യം കൂട്ടിയാൽ 6 കിട്ടും. 2 ഉം 2 ഉം 4, 2 6. ഓർ 2 + 2 + 2 = 6. അത് തന്നെ 2 × 3 = 6. അപ്പം 3 പ്രാവശ്യം 2 കൂട്ടിയപ്പോൾ 6 കിട്ടി. 2 × 3 × 2 = 6 എന്ന് പറയുന്നത് 2 1 തന്നെയാണ്. അപ്പം അഡിഷൻ സ്പീഡിലാക്കുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ. അതുപോലെ സബ്ട്രാക്ഷൻ സ്പീഡിലാക്കുന്നതാണ് ഡിവിഷൻ. ഇത് നമ്മൾ ഉദാഹരണ സഹിതം കാണിച്ചു. ഉദാഹരണമായിട്ട് ഇപ്പോൾ 10 ഓറഞ്ചസ് ആർ ഓൺ ദ ടേബിൾ. അല്ലെ ഒരു ഓറഞ്ച് എടുത്തു, അപ്പോൾ ദ ബാലൻസ് 9. ദെൻ അഗെയിൻ യു ടേക്ക് അനദർ ഓറഞ്ച്, അപ്പോൾ 8. അപ്പോൾ 10 - 2 = 8. ഒരു ഓറഞ്ച് കൂടെ മാറ്റി 10 - 3, അപ്പോൾ 3 ഓറഞ്ചസ് ആയി. 10 - 3 = 7. 10 - 4 = 6. ഇങ്ങനെ ഓറഞ്ചുകളോ നെല്ലിക്കയോ അല്ലെങ്കിൽ ചോക്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കുട്ടികളെ ആ ദൃശ്യഭാഷയിലൂടെ ഗണിതം പഠിപ്പിക്കാം. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അത് അവരുടെ മനസ്സിൽ ഉറയ്ക്കും. അപ്പോൾ ഈ അഡിഷൻ്റെ ഫാസ്റ്റ് അഡിഷനാണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ 10 - 2 = 8. 8 - 2 = 6. 6 - 2 = 4. ഇങ്ങനെ 10 ൽ നിന്ന് 2 കുറയ്ക്കുക. അങ്ങനെ 5 പ്രാവശ്യം കുറയ്ക്കുമ്പോൾ 2 ആൻസർ കിട്ടും. 10 / 5 = 2. ഓർ 10 / 2 = 5. ഇതെല്ലാം തന്നെ നമുക്ക് ദൃശ്യഭാഷയിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രാൻഡ് ഫാദേഴ്സിനും ഗ്രാൻഡ് മദേഴ്സിനും ഒക്കെ ചെയ്യാവുന്ന കാര്യമാണ്. ആ കൊച്ചുകുട്ടികളെ കണക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ അടിസ്ഥാനം ഉറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കണക്ക് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. പിന്നെ ഞാൻ പഠിക്കുന്ന കാലത്ത് മനക്കണക്ക് ഒരു പ്രധാന വിഷയമായിരുന്നു. അത് ഞങ്ങളെ കണക്കിൽ സമർത്ഥരാകാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതായത് കടലാസോ പേനയോ ഉപയോഗിക്കാതെ, ബുക്ക് ഉപയോഗിക്കാതെ മനസ്സുകൊണ്ട് കണക്ക് ചെയ്യുക. അന്ന് മനക്കണക്കെന്നൊരു ക്ലാസ് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കൊച്ചു ക്ലാസ്സുകൾ പഠിക്കുന്ന കാലത്ത് മനക്കണക്ക്. ഉദാഹരണമായിട്ട് ഇപ്പോൾ 100 രൂപ കൊടുത്ത് 40 ചോക്ലേറ്റുകൾ വാങ്ങി. ഒരു ചോക്ലേറ്റിൻ്റെ വില എന്ത്? ഇത് മനസ്സുകൊണ്ട് കണക്ക് കൂട്ടി ഉത്തരം പറയണം. സോ 100 rupees, ദ കോസ്റ്റ് ഓഫ് 40 ചോക്ലേറ്റിന് 100 രൂപ വില എങ്കിൽ ഒരു ചോക്ലേറ്റിന് എത്ര രൂപ? അപ്പോൾ അത് മനസ്സിൽ 100 / 40 എന്ന് മനസ്സിൽ എഴുതണം. 100 / 40.
അപ്പോൾ 100 40 2 പൂജ്യം വെട്ടിക്കളഞ്ഞു. അപ്പോൾ എന്തായി? 10 ഡിവൈഡഡ് ബൈ 4 എന്നായി ഇല്ലേ? അപ്പോൾ 4ൻ്റെ എത്ര ഇരട്ടിയാണ്? 10. 4 4 8, 8 2 10, 2.5 ആൻസർ കിട്ടി. അപ്പോൾ 100 രൂപ കൊടുത്ത് 40 ചോക്ലേറ്റ് വാങ്ങിയാൽ മനസ്സുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. 100 40 40 80, 40 പകുതി 20, അപ്പോൾ 2.5. അപ്പോൾ ഒരു ചോക്ലേറ്റിന് 2 രൂപ വില. അപ്പോൾ ഒരു ചോക്ലേറ്റിന് 2 രൂപ വെച്ച് 40 ചോക്ലേറ്റ് എത്ര രൂപ? തിരിച്ച് കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 40 × 2.5 ഈസ് ഇക്വൽ ടു 40 × 80, 40 × 0.20, 80 + 20 100, 40യുടെ പകുതി 20, അപ്പോൾ 80 20 100. അപ്പോൾ ഇങ്ങനെ ഈ വളരെ ലളിതമായി മനസ്സുകൊണ്ട് കൊച്ചുകുട്ടികൾക്ക്, അത് 1 ക്ലാസ്സിലും 2 ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് മനക്കണക്കിട്ട് കൊടുക്കുക. മനസ്സുകൊണ്ട് അവർ കണക്ക് കൂട്ടി ഉത്തരം പറയുന്ന ഒരു ശീലം തുടങ്ങിയാൽ വളരെ പെട്ടെന്ന് കണക്കിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ മനസ്സിൽ നിറയും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള മനക്കണക്കുകൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. അതിന് കടലാസും പേരും ഉപയോഗിക്കാൻ പാടില്ല. ചോദ്യം ബോർഡിൽ എഴുതിയിടും, അത് വായിച്ചിട്ട് മനസ്സുകൊണ്ട് കണക്ക് കൂട്ടി പറയണം. പിന്നെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ എഞ്ചുവടി എന്നൊരു പുസ്തകം ഉണ്ടായിരുന്നു. എഞ്ചുവടി അതും ഇന്നും ആ എഞ്ചുവടിയിൽ നിന്ന് കാണാതെ പഠിച്ച ആ ഗുണന പട്ടിക ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഈ വാർദ്ധക്യത്തിൽ. അപ്പോൾ ഗുണന പട്ടിക ഉള്ളൊരു പുസ്തകമാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസൊക്കെ ഫിസിക്സ് പഠിക്കുന്നവർക്ക് ലോഗറിതംസ് ടേബിൾ ഉപയോഗിക്കില്ലേ, അതുപോലെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് 1 ക്ലാസ് 2 ക്ലാസ് പഠിക്കുന്ന കാലത്ത് എഞ്ചുവടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. എഞ്ചുവടി എന്ന് പറഞ്ഞാൽ ഗുണന പട്ടികയാണത്. അത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ഗുണന പട്ടിക. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ 0 നിന്നാണ് നമ്മൾ ശരിക്കും എണ്ണി തുടങ്ങുന്നത്. കാരണം 1 0 നിന്നാണ് എണ്ണി തുടങ്ങുന്നത്. ഒന്നുമില്ലാത്ത അവസ്ഥ 0, പിന്നെ 1 വന്നു, പിന്നെ 2, പിന്നെ 3, 4, 5, 6, 7, 8, 9, 10. ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്താകെ 9 അക്കങ്ങളേ ഉള്ളൂ. ദർ ആർ ഓൺലി 9 നമ്പേഴ്സ്. നമ്മൾ എത്ര വലിയ സംഖ്യ പറഞ്ഞാലും ഈ 9 നമ്പേഴ്സിന് അത് ഒതുങ്ങും. ഉദാഹരണമായിട്ട് 1 2 3 4 5 6 7 8 9, 10 is another one. Again it is coming to 1 1 0 10 10 11 11 രണ്ടും കൂടെ കൂട്ടി 1 + 1 2, then 12 2 + 1 3, then 13 3 + 1 4. Again we will come to 1 2 9. അപ്പം there are only 9 numbers. ഈ 9 നമ്പർ വെച്ച് ആണ് നമ്മൾ എല്ലാ സംഖ്യകളും സൃഷ്ടിക്കുന്നത്. അപ്പോൾ ജ്യോതിഷത്തിൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ജ്യോതിഷം എന്ന ശാസ്ത്രത്തെ നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, ഭാരതത്തിൽ ഗണിതവും ജ്യോതിഷവും ഒരുമിച്ചാണ് വളർന്നത്. ഗണിതവും ജ്യോതിഷവും 2 ആയിരുന്നില്ല, 1 ആയിരുന്നു. ഇപ്പോൾ ആര്യഭടീയം എഴുതിയ ആര്യഭടൻ്റെ കാലത്തും, അത് AD 5-ാം ശതകമാണ്. ആ ആര്യഭടീയം എഴുതിയ AD 449 ജനിച്ച ആളാണ് അദ്ദേഹം. അപ്പോൾ ആര്യഭടീയം എഴുതിയ ആര്യഭടൻ്റെ കാലത്തും ആര്യഭടന് ശേഷം ജീവിച്ച 2 വലിയ ഗണിതശാസ്ത്രജ്ഞന്മാരായ ഭാസ്കരൻ 1, ഭാസ്കരൻ 2, അതായത് രണ്ടാമത്തെ ഭാസ്കരാചാര്യയാണ് ഏറ്റവും സമർത്ഥൻ. അത് ആര്യഭടൻ കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജ്യോതിഷിയും ഗണിതശാസ്ത്രജ്ഞനും ഈ ഭാസ്കരാചാര്യയായിരുന്നു. അതിനെക്കുറിച്ച് വിശദമായിട്ട് ധാരാളം പറയേണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞാൽ വാനശാസ്ത്രമായി മാറും. അതുകൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല, ഞാൻ ഗണിതത്തിൽ നിൽക്കുകയാണ്. അപ്പം ഈ ആര്യഭടീയം എഴുതിയ ആര്യഭടനും ഈ ഭാസ്കരാചാര്യ, അത് അദ്ദേഹത്തിന് ശേഷം ഏകദേശം ഒരു 800ഓളം വർഷങ്ങൾക്ക് ശേഷം ജീവിച്ചിരുന്ന ഭാസ്കരാചാര്യയും ഒക്കെ തന്നെ ഗണിതശാസ്ത്രജ്ഞന്മാരും അതേസമയം ജ്യോതിഷികളുമായിരുന്നു. കാരണം ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം എന്ന ഒറ്റയടിക്ക് പറയരുത്. എന്തുകൊണ്ടെന്നാൽ ജ്യോതിഷത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന് ഗണിതം,
ജ്യോതിഷത്തിൻ്റെ ആദ്യ ഭാഗത്തിന് ഗണിതം എന്നാണ് പറയുന്നത്. ഇപ്പം സൂര്യഗ്രഹണം എപ്പോൾ സംഭവിക്കും, ചന്ദ്രഗ്രഹണം എപ്പോൾ സംഭവിക്കും എന്ന് കണക്ക് കൂട്ടുന്നതും ജ്യോതിഷമാണ്. ആ ജ്യോതിഷികൾ കണക്ക് കൂട്ടുന്ന അനുസരിച്ചാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും വരുന്നത്. പഞ്ചാംഗം നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആ ജ്യോതിഷം അവിടെ തെറ്റാകുന്നില്ല, അവിടെ ശാസ്ത്രമാണ്. അപ്പോൾ എപ്പോഴാണ് ഈ ചന്ദ്രഗ്രഹണം വരുന്നത്, എപ്പോഴാണ് സൂര്യഗ്രഹണം വരുന്നത്, എപ്പോഴാണ് അമാവാസ്യ വരുന്നത്, എപ്പോഴാണ് വെളുത്തവാവ് വരുന്നത്, ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് ജ്യോതിഷികളാണ്. അവർ പറഞ്ഞതനുസരിച്ചാണ് പഞ്ചാംഗം അച്ചടിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചാംഗത്തെ നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് അടുത്ത ചന്ദ്രഗ്രഹണം എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെ അന്ധവിശ്വാസമാകുന്നത്? അപ്പോൾ അവിടെ ഇത് ശാസ്ത്രം തന്നെയാണ്, 100% ശാസ്ത്രം തന്നെയാണ്. ജ്യോതിഷത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഫലപ്രവചനം. അവിടെയാണ് സംശയമുള്ളത്. കാരണം നമ്മുടെ ഈ ഗ്രഹങ്ങളുടെ നില, നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹങ്ങളുടെ നില നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും, അത് അന്ധവിശ്വാസമാണ് എന്ന് പറയാം. വിശ്വസിക്കാം. പക്ഷേ ജ്യോതിഷം മൊത്തം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാൽ ഗണിതം തെറ്റാകും. ഗണിതം തെറ്റല്ല, ഗണിതം ശരിയാണ്. കാരണം ഈ നമ്മളുടെ എല്ലാ ദിവസങ്ങളും എല്ലാ ഗ്രഹണങ്ങളും കണക്ക് കൂട്ടി എടുക്കുന്നത് ജ്യോതിഷികളാണ്. നമ്മൾ വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ പഞ്ചാംഗം ഉപയോഗിക്കുന്നുണ്ട്. പഞ്ചാംഗം നോക്കിയാണ് നമ്മൾ ഈ ദിവസങ്ങൾ തീരുമാനിക്കുന്നത്. ഏകാദശി എന്നാണ്, ദ്വാദശി എന്നാണ്, ത്രയോദശി എന്നാണ്. ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത് പഞ്ചാംഗത്തിൽ. ഈ പഞ്ചാംഗം സൃഷ്ടിക്കുന്നത് ജ്യോതിഷികളാണ്, വാനശാസ്ത്രജ്ഞന്മാരല്ല, ഭൗതിക ശാസ്ത്രജ്ഞന്മാരല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ നൂറ്റാണ്ടുകളായി പിന്തുടരുന്നു എന്നുള്ള സത്യമാണ്. എന്തുകൊണ്ടെന്നാൽ ജ്യോതിഷത്തിലെ ആദ്യ ഭാഗം ഗണിതമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ എല്ലാ ഗണിതശാസ്ത്രജ്ഞന്മാരും ജ്യോതിഷികളുമായത്. കാരണം ജ്യോതിഷി അല്ലാത്ത ഒരു ഗണിതശാസ്ത്രജ്ഞനും ഇന്ത്യയിൽ ജീവിച്ചിരുന്നിട്ടില്ല. ആര്യഭടൻ ഒന്നാം തരം ജ്യോതിഷിയാണ്, ഒന്നാം തരം ഗണിതശാസ്ത്രജ്ഞനുമാണ്. ഭാസ്കരൻ ഒന്നാമൻ, അദ്ദേഹം ആര്യഭടനെ പിന്തുടർന്ന് വന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അപ്പം അദ്ദേഹവും ഈ ശരിക്കും ജ്യോതിഷിയും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്നു. അതിനുശേഷം വന്ന ഭാസ്കരാചാര്യ രണ്ടാമൻ, അദ്ദേഹമാണ് ഏറ്റവും അധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത്. കോപ്പർനിക്കസിന് മുൻപ് ഭൂമി സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ച ആളാണ് ഭാസ്കരാചാര്യ. ഇത് സത്യമാണ്. ഉടനെ എല്ലാം ഇന്ത്യയിലാണെന്ന് കള്ളം പറയുകയാണ്. ഞങ്ങൾ പടിഞ്ഞാറുള്ളവർ പറയുന്നത് മാത്രമേ സത്യം എന്നൊന്നും നിങ്ങൾ ധൃതി പിടിച്ച് തീരുമാനിക്കരുത്. ഉദാഹരണം പറയാം. ഇപ്പം എൻ്റെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ ആറ്റത്തിനെക്കുറിച്ച് പറയുകയുണ്ടായി, ഡാൽട്ടൺസ് ആറ്റോമിക് തിയറിയെക്കുറിച്ച് പറയുകയുണ്ടായി. അവിടെ ഞാൻ പറയാം, ഡാൽട്ടൻ്റെ ആറ്റോമിക് സിദ്ധാന്തം അനുസരിച്ച് ആറ്റം ഈസ് ദി സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് മാറ്റർ, ഇറ്റ് ഈസ് ഇൻഡിവിസിബിൾ. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നത് വളരെ ഒരു 1000 കൊല്ലം മുമ്പൊന്നുമല്ല. ഡാൽട്ടൺ എന്ന് പറയുന്നത് 300-400 വർഷത്തിനുള്ളിൽ ജീവിച്ച് മരിച്ച ആളാണ്. അപ്പോൾ ഡാൽട്ടൺസ് ആറ്റോമിക് തിയറി മൈന്യൂട്ട് പാർട്ടിക്കിൾ ഞാൻ ആറ്റം എന്ന് വിളിച്ചു. ആറ്റോമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം വന്നത്, ചെറിയ വസ്തു എന്നർത്ഥമുള്ള. ATOMOS ആറ്റോമസ് എന്ന പദത്തിൽ നിന്നാണ് ആറ്റം വന്നത്. ഇത് 2000 വർഷം മുമ്പ് ഭാരതീയ മഹർഷിയായ കണാദൻ പറഞ്ഞതാണ്. ഈ കണാദൻ എന്ന മഹർഷിയുടെ പേര് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. കണസിദ്ധാന്തം കണ്ടുപിടിച്ച ആളായതുകൊണ്ട് കണാദൻ അദ്ദേഹത്തിന് പേര് വന്നത്. അദ്ദേഹത്തിന് വേറെന്തോ പേരുണ്ട്. അപ്പോൾ ആ കണാദൻ എന്ന ഋഷിയാണ്, ഋഷി എന്ന് പറഞ്ഞ മുനി, അദ്ദേഹമാണ്. അന്നത്തെ മുനികളെന്ന് പറഞ്ഞാൽ എല്ലാം ശാസ്ത്രജ്ഞന്മാരായിരുന്നു. അപ്പോൾ ഈ കണാദൻ എന്ന മഹർഷി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ചെറിയ വസ്തു പരമാണുവാണ്. അണു എന്ന് തന്നെ അദ്ദേഹം വിളിച്ചത്, പരമാണു. അപ്പോൾ ഈ വസ്തുവിൻ്റെ അതാണ് ഒരു കണിക സിദ്ധാന്തം എന്നതിന് പറയുന്നത്, കണിക സിദ്ധാന്തം. അപ്പോൾ ആ കണിക സിദ്ധാന്തം കണ്ടുപിടിച്ചത് നമ്മുടെ വിദേശിയായ ഡാൽട്ടൺ കണ്ടുപിടിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഭാരതീയനായ കണാദൻ കണസിദ്ധാന്തം അവതരിപ്പിച്ചു. അതായത് സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ഈസ് ആറ്റം എന്നുള്ളതിന് ആറ്റം എന്ന് ഡാൽട്ടൺ പറഞ്ഞതിന് പകരം ഇവിടെ അദ്ദേഹം കണാദൻ പറഞ്ഞത് കണസിദ്ധാന്തം, ഏറ്റവും ചെറിയ അംശം, അത് പരമാണു, അതിന് താഴെ ഒന്നുമില്ല എന്നാണ്. പക്ഷെ അതിന് ശേഷമാണ് നമ്മൾ ഈ ആധുനിക ശാസ്ത്രം വളർന്നതും ഡാൽട്ടൻ്റെ തിയറിയും കണസിദ്ധാന്തം ഒരുപോലെ തെറ്റിയതൊക്കെ പിന്നീടാണ്.
ഇലക്ട്രോണിന് സ്വാതന്ത്ര്യമുണ്ട്, ഇലക്ട്രോൺ മാത്രമായിട്ട് നിലനിൽക്കുമെന്നൊക്കെ വന്നപ്പോൾ ഇലക്ട്രോണിക്സ് ഉണ്ടായതും നമ്മുടെ ശാസ്ത്രം പരിപൂർണമായി മാറിയതും. അപ്പം അതുകൊണ്ട് ഈ ഗണിതം നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ജ്യോതിഷത്തിൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ജ്യോതിഷത്തിലെ ആദ്യ ഭാഗം ഗണിതമാണ്, കണക്കാണ്. അതിനോട് നിങ്ങൾ യോജിച്ചേ പറ്റൂ. കാരണം അത് കണക്ക് കൂട്ടി പറയുന്നതാണ്, ശരിയായ കണക്കാണ്. അതാണ് ആ ഗണിതത്തിലും, അതായത് ജ്യോതിഷ ഗണിതത്തിലും ശരിയായ ഗണിതത്തിലും പൊതുവായ ഗണിതത്തിലും ആചാര്യന്മാരായിരുന്നു ആര്യഭടനും ഭാസ്കരാചാര്യ ഒന്നാമനും ഭാസ്കരാചാര്യ രണ്ടാമനും. അപ്പോൾ ഗണിതവും ജ്യോതിഷവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് 9 അക്കങ്ങളിൽ ഒതുങ്ങി എന്ന് ചോദിച്ചാൽ, ജ്യോതിഷികൾ പറയുന്നത് 1 മുതൽ 9 വരെ 9 ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ നിർണ്ണയിച്ചാണ് 9 അക്കങ്ങൾ ഉണ്ടായതെന്നാണ്. ജ്യോതിഷവും ഗണിതവും ഒരുമിച്ച് വളർന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതാണ്. എന്തുകൊണ്ട് 9-ൽ ഒതുങ്ങി? നവഗ്രഹങ്ങൾ, അതുകൊണ്ട് 9-ൽ ഒതുങ്ങി. ഉടനെ ഇത് ശ്രീമാൻ നമ്പി അന്ധവിശ്വാസം എന്ന് പറയരുത്. ഇത് ഗണിതശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ള, ഭാരതത്തിലെ ഗണിതശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. 1 സൂര്യൻ, 2 ചന്ദ്രൻ, അങ്ങനെ പോകും. അങ്ങനെ 9 അക്കങ്ങൾ നമുക്കുള്ളൂ. ഏത് വലിയ സംഖ്യ എടുത്താലും കൂട്ടുമ്പോൾ 1-ലും 9-ലും ഇടയ്ക്കുള്ള ഒരു അക്കം വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 26, 6 മിനിറ്റ് 8, 416, 4 5 6 11 1 1 2. അപ്പോൾ നിങ്ങൾ ഏത് 24,685 കൂട്ടി നോക്കൂ, 9-നുള്ളിൽ വരും. അപ്പോൾ 1 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. ആ അക്കങ്ങൾ വെച്ചാണ് നമ്മൾ എല്ലാ സംഖ്യകളും കണ്ടുപിടിക്കുന്നത്. ഈ വക കാര്യങ്ങൾ ലളിതമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ ഗണിതം രസകരമായ ഒരു വിഷയമായി മാറും. ഒരു ചെറിയ ഒരു രഹസ്യം, ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. അംഗഗണിതം എന്നെ പ്രശസ്തമായൊരു കവിതയാണ്, അംഗഗണിതം, അരിത്മെറ്റിക് എന്ന കവിതയുടെ പേര്. അപ്പോൾ അത് കവിയൊന്നും ഞാൻ ഇവിടെ ചൊല്ലുന്നില്ല, പേടിക്കണ്ട. ഞാൻ അതിലെ ആശയം പറയുകയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് 9 എന്ന സംഖ്യ അക്കം, ഇപ്പോൾ 1 മുതൽ 9 വരെ അക്കങ്ങളാണുള്ളത്. 9 എന്ന അക്കത്തിന് ഒരു സവിശേഷത ഉണ്ട്. എന്താണ് ആ സവിശേഷത? 9ൻ്റെ കൂടെ നിങ്ങൾ 1-നും 9-നും ഇടയ്ക്കുള്ള ഏത് അക്കം കൂട്ടിയാലും 9 മറഞ്ഞു പോകും. അങ്ങനെ അപ്രത്യക്ഷമാകാനുള്ള ഒരു കഴിവ് 9 എന്ന അക്കത്തിനുണ്ട്. ഇപ്പോൾ നമ്മൾ 9 ഇപ്പോൾ 1, സോ ദ പവർ ഓഫ് 9 എന്താണ്? ആ 9 എന്ന നമ്പർ അക്കം മറ്റേത് അക്കത്തോടു കൂടി ചേർന്നാലും 9 വിൽ ഡിസപ്പിയർ. 9 + 1 is equal to 10. 10 means 1. 9 ഡിസപ്പിയറായി. 9 + 2 11. 1 + 1 2. 9 ഡിസപ്പിയറായി. 9 + 3 12. 2 + 1 3. 9 ഡിസപ്പിയറായി. ഇനിയും 9 9-നെ 9 കൊണ്ട് കൂട്ടി നോക്കൂ. 9 + 9 18. 18 means 1 + 8 9. സോ 9 + 9 ചേർന്നാൽ മാത്രമേ 9 അവശേഷിക്കൂ. 9 9 18 18 8 1 9. ബാക്കി 1 മുതൽ 8 വരെയുള്ള ഏതക്കത്തിൻ്റെ കൂടെ 9 ചേർന്നാലും 9 അപ്രത്യക്ഷമാകും. 9 will disappear. 8 + 9 17. 7 + 8 9 disappeared. But 9 will appear only when 9 is added to 9. 9 + 9 18. 1 + 8 9. സോ അങ്ങനെ വലിയൊരു മാസ്മരികതയുള്ള അക്കമാണ് 9. ആ 9 വളരെ സുപ്രധാനമായ നമ്പരുമാണ്. എന്താണ്? നവരസങ്ങൾ, നമ്മുടെ മുഖഭാവത്തിൽ വരുന്ന നവരസങ്ങൾ, നവദ്വാരങ്ങൾ. മനുഷ്യ ശരീരത്തിൽ 9 ദ്വാരങ്ങളുണ്ട്, നവദ്വാരങ്ങൾ. നവധാന്യങ്ങൾ, 9 തരം ധാന്യങ്ങളുണ്ടെന്നാണ് ഭാരതീയ ദർശനം വെച്ച് 9 തരം ധാന്യങ്ങളാണ്. നവകാഭിഷേകം എന്ന ക്ഷേത്രങ്ങളിൽ ഒരു ചടങ്ങുണ്ട്. നവകം 9 ദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകം. അപ്പോൾ 9
വളരെയധികം ഉയർന്ന ഒരു നമ്പറാണ്. ജ്യോതിശാസ്ത്രമനുസരിച്ചും 9 ഒരു നല്ല ഭാഗ്യ നമ്പറായിട്ടാണ് അറിയപ്പെടുന്നത്. അന്ധവിശ്വാസം പറയുമെന്ന് വിചാരിക്കരുത്, ഒരു പറച്ചിലാണ്. 9 അത് 9 നമ്പർ ജനിച്ചവർക്ക്, അതായത് ഉദാഹരണമായിട്ട് ഇപ്പോൾ 18, 27, 36 ഈ നമ്പറുകൾക്ക് ഇപ്പം നമ്മളിപ്പോൾ ജനിക്കുന്ന ഡേറ്റ് എടുക്കുകയാണെങ്കിൽ 31 വരെ ഉള്ളല്ലോ, 31 വരെ ഉള്ളൂ. അപ്പോൾ ആ 31-നുള്ളിൽ 1 to 31-നുള്ളിൽ നമുക്ക് ജനിക്കുന്ന തീയതി, ഇപ്പോൾ 27 ജനിച്ചാൽ 7 + 2 9, അയാളുടെ ബർത്ത് നമ്പർ 9 ആണ്. 24 ജനിച്ചാൽ അയാളുടെ ബർത്ത് നമ്പർ 4 + 2 6 ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജനിക്കുന്ന അക്കം സംഖ്യ, ആ ജന്മസംഖ്യ, അതിൽ ചില പ്രത്യേക സംഖ്യ ഭാഗ്യമുള്ളതാണ് എന്ന് പറയും. ഇതിനൊന്നും ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ല. ഈ ശാസ്ത്രീയ അടിത്തറ മാത്രം നോക്കിയാൽ ജീവിതത്തിൽ ഒന്നും നമുക്ക് പലതും പഠിക്കാൻ ഒക്കില്ല. കാരണം ശാസ്ത്രീയ അടിത്തറയില്ലാത്ത അനവധി സംഭവങ്ങൾ ഭൂമിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് വളരെ നന്നായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ഈ സിദ്ധവൈദ്യത്തിലും, കാരണം ഒറ്റമൂലി കൊണ്ട് ചികിത്സിക്കുന്ന സിദ്ധവൈദ്യത്തിലും വിഷവൈദ്യത്തിലും അങ്ങേയറ്റം അറിവ് നേടിയിട്ടുള്ളവരായിരുന്നു എൻ്റെ പൂർവികർ, എൻ്റെ അമ്മാവന്മാർ. എൻ്റെ അമ്മാവനായ കുമാരൻ തമ്പി, അദ്ദേഹത്തിൻ്റെ അമ്മാവൻ, അങ്ങനെയുള്ള, അതായത് ഞങ്ങൾ സിദ്ധവൈദ്യത്തിലും ഈ ഇന്ത്യൻ സൈക്കോതെറാപ്പി എന്ന് പറയുന്ന മാന്ത്രിക വിദ്യയിലും നല്ലപോലെ അറിവ് സമ്പാദിച്ചവരായിരുന്നു. അപ്പോൾ അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിലും അതിൻ്റെ ചില അംശങ്ങൾ എന്നിലുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ അന്ധവിശ്വാസമാണ്, ശ്രീകുമാരൻ റാഷനല്ല എന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. ഞാൻ ജ്യോതിഷം പഠിക്കും, ഏത് വിഷയവും ഞാൻ പഠിക്കും. വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തതും ഞാൻ പഠിച്ചതിന് ശേഷമാണ്. അപ്പോൾ അത് പഠിക്കരുത് എന്നുള്ള, എന്തും പഠിക്കാം എന്ന അഭിപ്രായക്കാരനാണ്. എല്ലാ വിഷയവും പഠിക്കാം. കാരണം പഠിക്കുക, കർമ്മം ചെയ്യുക, ലക്ഷ്യം നമ്മൾ ലക്ഷ്യം പ്രാപിക്കാതിരിക്കാം, നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കാം. എല്ലാവർക്കും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ മാർഗം ശുദ്ധമാണെങ്കിൽ ആ യാത്ര തന്നെ മഹത്തരമാണ്. അതുകൊണ്ട് പഠിക്കുക. അപ്പോൾ ഞാൻ ഗണിതശാസ്ത്രത്തെക്കുറിച്ച് ചെറിയൊരു ആമുഖം മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 0 കണ്ടുപിടിച്ചത് ഭാരതത്തിലാണ്. ആര്യഭടീയത്തിൽ തന്നെ അതിനെക്കുറിച്ച് സൂചനകളുണ്ട്. പിന്നെ ഭാസ്കരാചാര്യ രണ്ടാമൻ 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന, AD 12-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഭാസ്കരാചാര്യ രണ്ടാമനാണ് കോപ്പർനിക്കസിന് മുമ്പേ ഭൂമി ഉരുണ്ടതാണെന്നും ഭൂഗോളം സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നുവെന്നും പറഞ്ഞിട്ടുള്ളത്. അതിനൊക്കെ പാഠങ്ങളുണ്ട്. അത് വിശദമായിട്ട് ഞാൻ വരുന്ന എൻ്റെ എപ്പിസോഡുകളിൽ പറയും. അല്ലാതെ വെറുതെ പറയുന്നതല്ല, അതിനൊക്കെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഭാസ്കരാചാര്യ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ 2 ഗണിതശാസ്ത്രജ്ഞന്മാർ ആര്യഭടനും ഭാസ്കരാചാര്യ രണ്ടാമനുമാണ്. അപ്പോൾ അവരെക്കുറിച്ച്, പിന്നെ നമ്മുടെ ആൽജിബ്ര, കാൽക്കുലസ്, അനാലിറ്റിക്കൽ ജോമെട്രി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ലളിതമായ രീതിയിൽ എന്താണ് ഈ വിഷയങ്ങളൊക്കെ എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ സംസാരിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.